പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അവസാനം അമ്മയും മകനും ജയിച്ചു. സൂപ്പർ സീനിയർ വിഭാഗത്തിലെ കൈപ്പോരിലാണ് സുചിത്ര മെഡൽ നേടിയത്. ജൂനിയർ വിഭാഗം നെടുവടിപ്പയറ്റിലാണ് മകൻ നീലകണ്ഠൻ്റെ നേട്ടം. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കളരിപ്പയറ്റ്. അങ്ങനെ മോന് ഒരു 6 വയസ്സായപ്പം കളരിക്ക് കൊണ്ട് ചേർത്തു. മോൻ പഠിച്ചു. അത് കഴിഞ്ഞ് വൈഷ്ണവിക്ക് മോളാണ്, മോക്കും 6 വയസ്സായപ്പോൾ മോളെയും കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ 1 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ തന്നെ കളരി തുടങ്ങിയിട്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും എല്ലാം വരാൻ തുടങ്ങിയപ്പം ഞാനും കളരിക്ക് വന്നു. അച്ഛന് പഠിക്കാൻ പറ്റിയില്ല. അച്ഛൻ്റെ അമ്മയും അച്ഛനും ഇത് കളരി പഠിക്കണമെന്ന് പറഞ്ഞപ്പം കഥകളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു തന്നു കളരിപ്പയറ്റിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കളരിക്ക് ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ കളരി ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ച് എന്നെ കൊണ്ടാക്കിയത്. അഭ്യാസം മാത്രം വാളും പരിചയം വടിത്തല്ലും മാത്രം പഠിച്ചിട്ടാണ് ഒരു കളരി ഇടുന്നത്. അതൊന്നുമല്ല കളരി. മാർമ്മപ്രയോഗമുണ്ട്, ചികിത്സയുണ്ട്, ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കാത്ത അപ്പുറത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിയിട്ട് പുരുഷന്മാരിൽക്കുള്ളിൽ വരുന്ന സ്ത്രീകളാണ്. സൈനികനായിരുന്ന മഹേഷ് കുമാർ മകന് പഠിക്കാൻ വേണ്ടി വീടിനോട് ചേർന്ന് തുടങ്ങിയ കളരിയിൽ ഇപ്പോൾ ധാരാളം ആളുകൾ അഭ്യസിക്കുന്നുണ്ട്. ഭൂണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. രഘു, അമ്മയും മകനും അവർ അത്രത്തോളം സപ്പോർട്ടോട് കൂടി നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ ഇതിൽ കാണുന്നതെങ്കിലും ഇവർ ഈ രീതിയിൽ മുന്നിലേക്ക് വരാൻ കാരണക്കാരായി മൂന്നാമതൊരാൾ കൂടി ഉണ്ടല്ലേ. ആ കുട്ടി തന്നെ പറയുന്നുണ്ട് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, അത് നടക്കാതെ പോയി. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും മുന്നിലേക്ക് വരുന്നതല്ലേ. അച്ഛന് വലിയൊരു റോളാണ് ഇതിൽ. നമ്മൾ ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ ദൃശ്യത്തിൽ കാണാത്ത മഹേഷ് കുമാർ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു ആഗ്രഹ സബലീകരണമാണ്. നമുക്ക് നേടാൻ പറ്റാത്തത് നമ്മളുടെ മക്കളെ കൊണ്ട് ഒക്കെ നേടിക്കുക എന്നുള്ളൊരു പൊതുവെ ക്ലീശയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മഹേഷ് കുമാറിന് വലിയ ആഗ്രഹമായിരുന്നു കളരി പഠിക്കണമെന്നുള്ളത്. പക്ഷേ വീട്ടിൽ പറഞ്ഞപ്പോൾ കഥകളിക്കാണ് കൊണ്ടുവിട്ടത്. പിന്നീട് അദ്ദേഹം സൈനികനായിക്കൊക്കെ ജോലി ചെയ്തപ്പോഴാണ് ഈ മകനെ കളരി അഭ്യസിക്കാൻ വേണ്ടി തിരക്കി നടന്നത്. അപ്പോൾ അവിടെയൊക്കെ കളരിയുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആശാന്മാരൊരു പുതിയ കളരി തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു കളരി തുടങ്ങിക്കൊണ്ട് മകനെയാണ് അവിടെ, നീലകണ്ഠനെയാണ് ആദ്യമേ അവിടെ അഭ്യസിക്കുന്നത്. പിന്നീട് ഭാര്യയ്ക്കും ഒരു കൗതുകം തോന്നി, ആരോഗ്യമൊക്കെ ഒന്ന് വീണ്ടെടുക്കാം എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഭാര്യയും ഒപ്പം തന്നെ പിന്നീട് മകളും ഒക്കെ ചേർന്ന് വന്നു. അവിടെ ഒരു കളരി എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ഒരു കുടുംബകാര്യം കൂടിയാണ്. എന്തായാലും കളരി പഠിക്കുക എന്നുള്ളത് ഈ ആളുകളെ നേരിടുക എന്നതിനപ്പുറം തന്നെ മാനസികവും നമ്മുടെ ഒരു ഹെൽത്ത് ആരോഗ്യത്തിനൊക്കെ വേണ്ടി വളരെ നല്ലതാണെന്നാണ് അത് അഭ്യസിക്കുന്നവരൊക്കെ പറയുന്നത്. എന്തായാലും നീലകണ്ഠനിലൂടെയും സുചിത്രയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മഹേഷ് കുമാറിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഉണ്ടായത്. എന്തായാലും തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അമ്മയും മകനും ഈ രീതിയിൽ അടിപൊളിയായി മുന്നിലേക്ക് വന്നത്. ശരി രഘു.